ആസൂത്രണങ്ങൾ അത് ഏറ്റവും മികവാർന്ന രീതിയിൽ ചെയ്യാൻ RSSന് അല്ലാതെ അല്ലെങ്കിൽ RSSന് കഴിയുന്നതുപോലെ മറ്റാർക്കും കഴിയില്ല എന്നതാണ് വാസ്തവം. ബംഗാളിലെ BJPയുടെ വിജയം ഒന്നുകൂടി ഉറപ്പിക്കുന്നത് RSSന്റെ കരുത്ത് തന്നെയാണ്. വളരെ നിശബ്ദമായും അപ്രത്യക്ഷമായും നടന്ന RSS പ്രവർത്തനം, അത് RSS നടത്തിയ സമഗ്രമായ ആസൂത്രണം തന്നെയാണ്. ഇത് മഹാരാഷ്ട്രയിലും നമ്മൾ മുൻപിൽ കണ്ടിരുന്നു. 2024 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ തൂത്തുമറിച്ച് BJP നേടിയ ചരിത്ര വിജയം. അതിന്റെ പിന്നിലുള്ള ചില കഥകൾ പറയുകയാണെങ്കിൽ 1 വർഷം നീണ്ടുനിന്ന നിശബ്ദമായ പ്രചാരണമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. വലിയ റാലികളും പ്രസംഗങ്ങളും ഒന്നുമല്ല, അതിനപ്പുറം താഴെത്തട്ടുള്ള വോട്ടർമാരെ ഇൻഫ്ലുവൻസ് ചെയ്യണം. അതിന് BJPയും RSS അനുബന്ധ സംഘടനകളും നടത്തിയ ചില ക്യാമ്പയിനുകളുണ്ട്. ആ ക്യാമ്പയിനുകളാണ് BJPയെ ഭരണത്തിൽ എത്തിച്ചത്. സെലിബ്രിറ്റികളല്ല വേണ്ടത്, അവർക്ക് പകരം ജനങ്ങളുമായി നിത്യേന ഇടപെടുന്ന ആൾക്കാരുണ്ടല്ലോ. ഓട്ടോ ഡ്രൈവർമാർ, ചെറിയ ബ്യൂട്ടി പാർലർ ജീവനക്കാർ, ചായക്കടക്കാർ, പലചരക്ക് വ്യാപാരികൾ, ഇവരെ പ്രാദേശിക ഇൻഫ്ലുവൻസർമാരായി RSS കണ്ടെത്തിയത്രേ. യാത്രക്കിടയിലും കച്ചവടത്തിനിടയിലും ഒക്കെ വളരെ സ്വാഭാവികമായ സംഭാഷണങ്ങളിലൂടെ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ സന്ദേശങ്ങൾ ഇവർ ജനങ്ങളിലേക്ക് എത്തിക്കുകയായിരുന്നു, വോട്ടർമാരിലേക്ക് എത്തിക്കുകയായിരുന്നു. കൊൽക്കത്തയിലെ മാത്രം ഏതാണ്ട് 50,000 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ യാത്രക്കിടയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് BJPക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി. ഗ്രാമീണ മേഖലകളിലെ ചെറിയ ബ്യൂട്ടി പാർലറുകൾ വഴി സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വോട്ടർമാരിലേക്ക് എത്തിച്ചു. 2021 തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഔദ്യോഗിക യോഗങ്ങൾ നടന്നില്ല. കൂടുതൽ പ്രാധാന്യം നൽകിയത് വോട്ടർമാരുടെ വീടുകൾ സന്ദർശിക്കുന്നതിനാണ്. പ്രവർത്തകർ വോട്ടർമാരുടെ വീടുകളിൽ പോയി ചായയും ലഘുഭക്ഷണവും കഴിച്ച് സൗഹൃദപരമായ സംഭാഷണങ്ങൾ നടത്തി അതിലൂടെ സർക്കാരിനെതിരായ ജനവികാരത്തെ അവിടെ ചൂഷണം ചെയ്യുക. ചൂഷണം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അവിടെ ഉപയോഗിക്കായിരുന്നു, മുതലെടുക്കായിരുന്നു, അവിടെ ക്ലാരിറ്റി വരുത്തുകയായിരുന്നു. ആസൂത്രിതമായ അധികം ബഹളങ്ങളോ ആൾക്കൂട്ടമോ ഉണ്ടാക്കാതെ 1 വർഷത്തോളം നീണ്ടുനിന്ന ഈ നിശബ്ദ പ്രചാരണ തന്ത്രങ്ങളാണ് ബംഗാളിൽ മമതാ സർക്കാരിനെതിരെ ജനങ്ങളിലുണ്ടായിരുന്ന എതിർപ്പിനെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂല വോട്ടുകളാക്കിയത്. പിന്നിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് അത് തന്നെയാണ് RGകർ ആശുപത്രി സംഭവം, സന്ദേശ് ഖാലിയിലെ അതിക്രമങ്ങൾ, തൃണമൂൽ നേതാക്കൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ. ഇത് BJP ഈ രീതിയിൽ സർക്കാരിനെതിരെ ആയുധമാക്കി. ഇതിനൊപ്പം RSS അടിത്തട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ തൃണമൂലിന്റെ വേര് പാടെ അറക്കുകയായിരുന്നു. ബംഗാളികളുടെ അസ്തിത്വം അത് ഭീഷണിയിലാണ് എന്ന തോന്നൽ വോട്ടർമാരിൽ ഉണ്ടാക്കാൻ RSS പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. 10 പേരോളം പങ്കെടുക്കുന്ന മൈക്രോ മീറ്റിംഗുകൾ നടത്തുകയും അവരോട് ഈ സന്ദേശം അടുത്ത 100 പേരിലേക്ക് എത്തിക്കാൻ ആവശ്യപ്പെടുകയുമാണ് അത്രേ RSS ചെയ്ത്. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് മൈക്രോ യോഗങ്ങളാണ് ബംഗാളിൽ RSS നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ. BJPക്ക് വോട്ട് ചെയ്യണം എന്ന് ആരും നേരിട്ട് ആവശ്യപ്പെട്ടില്ല. പകരം ഹിന്ദുത്വത്തെക്കുറിച്ചും ഹിന്ദുക്കൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ജനങ്ങളിൽ ഒരു ബോധം സൃഷ്ടിക്കണമെന്ന് RSS മനസ്സിലാക്കി. അങ്ങനെ RSS അനുബന്ധ സംഘടന ഹിന്ദു ജാഗരൺ മഞ്ച് പോലുള്ള സംഘടനകൾ പ്രവർത്തിച്ചു. ബംഗാളികൾ ബുദ്ധിമുട്ടിലാണ് എന്ന ചിന്ത വോട്ടർമാരിൽ എത്തിക്കാൻ അവർക്കിത് ഏറെക്കുറെ സാധിച്ചു. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം, ജനസംഖ്യാ മാറ്റം, ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ, ഇതെല്ലാം പ്രചാരണ വിഷയങ്ങളാക്കി. എന്തായാലും ബുദ്ധിപരമായ ഒരു നീക്കം തന്നെയാണ് RSS നടത്തിയത്. താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി സംവദിക്കാൻ ഏറ്റവും നല്ലത് ചായക്കടകളും ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറുകളിലൂടെ നമുക്ക് സ്ത്രീകളോട് കൂടുതൽ സംവദിക്കാൻ സാധിക്കും. അതൊക്കെയാണ് എന്ന് RSS മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് മികവിന്റെ ആസൂത്രണങ്ങളുടെ, മികവാർന്ന ആസൂത്രണങ്ങളുടെ ശക്തമായ കേന്ദ്രങ്ങൾ തന്നെയാണ് RSS എന്നുള്ളത്. ഇനിയും ഇതുപോലെ RSS പ്രവർത്തിക്കേണ്ട, മൈക്രോ ക്യാമ്പയിനുകൾ നടത്തേണ്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിലും ഇതുപോലെ RSS മുന്നോട്ട് വരിക. അടുത്ത തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ അല്ലെങ്കിൽ ഇനിയൊരു ഇതുപോലെ BJPയുടെ ഒരു ശക്തമായ സാന്നിധ്യം കേരളത്തിൽ വരണമെന്നുണ്ട് എങ്കിൽ ഇതുപോലെയുള്ള മൈക്രോ ക്യാമ്പയിനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ ജനങ്ങൾ, കേരളത്തിലുള്ള ജനങ്ങൾ, അവർ പ്രബുദ്ധരാണ് എന്ന് പറയുന്നത് വെറുതെയല്ല. അവർക്ക് ശരി എന്താണ് തെറ്റെന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുതന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ മറുപടിയായി നൽകിയത്. പക്ഷെ BJPക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം കേരളത്തിൽ വരണം എന്നുണ്ട് എങ്കിൽ സാധാരണക്കാരായ ജനങ്ങളോട് ദേശീയതയുമായി കണക്ട് ചെയ്ത് BJP എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള സന്ദേശം എത്തിക്കണം. അതിന് ഇതുപോലുള്ള മൈക്രോ ക്യാമ്പയിനുകൾ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടല്ല എങ്കിൽ പോലും ചില മൈക്രോ ക്യാമ്പയിനുകൾ കേരളത്തിലും ആവശ്യമാണ്. അത്തരം ക്യാമ്പയിനുകൾക്കായി RSS മുന്നിട്ട് വരും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. കാരണം BJPയുടെ ശക്തമായ ഒരു സർക്കാർ രാജ്യം ഭരിക്കുമ്പോൾ അതുപോലെ അതിന് പാരലലായി ഓരോ സംസ്ഥാനത്തും ഒരു സംസ്ഥാനത്ത് അതിന് പാരലലായി ഒരു സർക്കാർ ഉണ്ടാകുക എന്നത് ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല ജനങ്ങളുടെ സുരക്ഷയ്ക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ നടക്കുന്നതിനുമൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യും എന്നതുകൊണ്ട് തന്നെ ദേശീയതയ്ക്കൊപ്പം നിന്ന് പോകണമെന്നുണ്ട് എങ്കിൽ RSS കുറേയധികം കേരളത്തിൽ പ്രവർത്തിച്ചേ മതിയാകും. ന്യൂസ് ഡെസ്ക് കർമാനസ്.